നമസ്കാരം. നാം മലയാളികൾക്ക് ഏറ്റവും വിശേഷപ്പെട്ടതായ ഒരു ദിവസമാണ് വിഷു. സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ ദിവസം. എന്നാൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന സൗഭാഗ്യങ്ങൾ, വിഷുവിന് മുൻപായി വരുന്ന സൗഭാഗ്യങ്ങൾ ഏതെല്ലാമാണ് എന്ന് ഈ തൊടുകുറിയിലൂടെ ഞാൻ പരാമർശിക്കാൻ പോവുകയാണ്. അതിനാൽ തന്നെ ഈ മഹാഭാഗ്യം നിങ്ങൾ അറിയാതെ പോകരുത്. ഭഗവാന്റെ കടാക്ഷമുള്ളതിനാൽ മാത്രമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഭഗവാൻ നിങ്ങളോടൊപ്പമുണ്ട്. അതിനാലാണ് ഈ തൊടുകുറി നിങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നത് പോലും. ഇവിടെ തന്നിരിക്കുന്നത് 2 ചിത്രങ്ങളാണ്. അതിൽ ആദ്യത്തേത് വിഷുക്കണിയാകുന്നു, രണ്ടാമത്തേത് കൊന്നപ്പൂ ആകുന്നു. ഈ 2 ചിത്രങ്ങളിൽ ഒരു ചിത്രം നിങ്ങൾ തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന ആ മഹാസൗഭാഗ്യങ്ങളെ, വിഷുവിന് മുൻപായി എത്തുന്ന ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് തന്നെ ഒരു ചിത്രം തിരഞ്ഞെടുക്കുവാൻ ശ്രമിക്കുക. ഏവരും ഒരു ചിത്രം തിരഞ്ഞെടുത്തു എന്നാണ് കരുതുന്നത്. ഇനി ഫലങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത്. അതിന് മുന്നോടിയായി ഏവരും സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനെ, മഹാവിഷ്ണു ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഓം നമോ നാരായണായ എന്നോ ഹരേ കൃഷ്ണ എന്നോ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വെള്ളിയാഴ്ച ദിവസം നടത്തുന്ന വിശേഷാൽ ലക്ഷ്മി പൂജയിലും ബുധനാഴ്ച നടത്തുന്ന വിശേഷാൽ വിഷ്ണു പൂജയിലും ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യത്തെ ചിത്രമായ വിഷുക്കണിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ മഹാഭാഗ്യമാണ് എന്ന് മനസ്സിലാക്കുക. വളരെ ശുഭകരമായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരാൻ പോകുന്നു. ആഗ്രഹിച്ചതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും. വിഷുവിന് മുൻപ് തന്നെ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് തന്നെ പറയാം. ജീവിതത്തിൽ പ്രതീക്ഷിക്കാതെ തന്നെ പല കാര്യങ്ങളും സമ്മാനമായി ലഭിക്കാം. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി പല കാര്യങ്ങളും വാങ്ങുവാൻ നിങ്ങൾക്ക് സാധിക്കും. മറ്റ് പലരെയും നിങ്ങൾ പല അവസരങ്ങളിലും സഹായിച്ചിട്ടുണ്ട്. ആ സഹായിച്ചതിൻ്റെ ചില ഫലങ്ങൾ കൂടി, അനുകൂലമായ ഫലങ്ങൾ കൂടി ഈ ദിവസങ്ങളിൽ, വിഷുവിന് മുൻപുള്ള ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. സമയത്ത് തന്നെ പല കാര്യങ്ങളും നടക്കുന്നതായി നിങ്ങൾക്ക് അനുഭവപ്പെടുന്നതാണ്. ഇത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകും എന്ന കാര്യവും ഓർക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ തന്നെ തൊഴിൽപരമായി നേട്ടങ്ങൾ വന്നു ചേരാം. തൊഴിലിൽ ഇരട്ടി നേട്ടങ്ങൾ, ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. സമയത്ത് തന്നെ പല കാര്യങ്ങളും, സ്ഥാനക്കയറ്റം പോലുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഉന്നതമായ സ്ഥാനം കർമ്മരംഗത്ത് ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു. ഈ സമയം തൊഴിൽപരമായി നിങ്ങൾക്ക് അനുകൂലമാണ് സമയം. തൊഴിൽ മാറാനും തൊഴിൽ ലഭിക്കാനും അനുകൂലമായ സമയം. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതായ സമയം. കുടുംബത്തിൽ ദുരിതങ്ങൾ, പല രീതിയിലുള്ള കഷ്ടത നിങ്ങൾക്കുണ്ട് എങ്കിൽ പോലും അതിൽ ഒരു പരിധിവരെ പരിഹാരം കണ്ട് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ അവസരമാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വന്നിരിക്കുന്നത്. ഏത് കാര്യം നിങ്ങൾ ചെയ്യുകയാണ് എങ്കിലും അതിൽ ഭാഗ്യം കൂടി അനുകൂലമാകുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതായ അവസരങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ നേട്ടങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്രതീക്ഷിതമായി തന്നെ ഉയർച്ച വന്നു ചേരും. കൂടാതെ പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങളാണ് വന്നു ചേരുക. നിങ്ങളുടെ ജീവിതത്തിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ചില അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് പല വിധത്തിലുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല യാത്രകൾക്കും സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം കുടുംബാംഗങ്ങളിൽ നിന്നും നിങ്ങൾക്ക് പിന്തുണ ലഭിക്കും. കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പല രീതിയിലുള്ള യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു. സന്തോഷം പകരുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. സൽചിന്തകളോടെ നിങ്ങൾക്ക് പ്രവർത്തിക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. അതിനാൽ തന്നെ ഈ സമയം ഇത്തരം പ്രവർത്തനങ്ങൾ വലിയ രീതിയിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ നിങ്ങളെ പ്രാപ്തരാക്കി തീർക്കും എന്ന കാര്യവും ഓർക്കുക. വളരെയേറെ നേട്ടങ്ങൾ നിറഞ്ഞ ഒരു സമയമാണ് സാക്ഷാൽ വിഷ്ണു ഭഗവാന്റെ
കടാക്ഷത്താൽ നിങ്ങൾക്ക് വന്നു ചേർന്നിരിക്കുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഗുണഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ സമയം, സാമ്പത്തികപരമായ ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയം, ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതൽ, ലോൺ തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന സമയം, കടബാധ്യതകൾ ഒരു പരിധിവരെയെങ്കിലും വീട്ടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മംഗളകരമായ കാര്യങ്ങൾ നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. അതല്ല, നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട വ്യക്തികൾക്കാണ് എങ്കിൽ പോലും ഇത്തരത്തിലൊരു മംഗളകരമായ കാര്യങ്ങൾ വന്നു ചേരാൻ സാധ്യത കൂടുതലാണ് എന്ന കാര്യവും നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. വീട് വാങ്ങുവാനോ വിൽക്കുവാനോ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില ഫലങ്ങൾ വന്നു ചേരാം. വിവാഹം, സന്താനഭാഗ്യം എന്നിവയും വന്നു ചേരാവുന്ന ദിവസങ്ങൾ തന്നെയാണ് ഇത്. ഈ സമയം നിങ്ങൾക്ക് ലാഭം വർദ്ധിക്കുന്നതായ ചില കാര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയില്ല എങ്കിൽ സാമ്പത്തികപരമായ നഷ്ടങ്ങളും പ്രതീക്ഷിക്കാം. അതിനാൽ വരവിനൊത്ത് ചെലവ് നിങ്ങൾ ക്രമീകരിക്കേണ്ടത് അനിവാര്യമാണ്. ഈ കാര്യം പ്രധാനമായും ശ്രദ്ധിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾക്ക് ഏറ്റവും വിശേഷപ്പെട്ട സമയമാണ് എന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഏറ്റവും വിശേഷമായ ഫലങ്ങൾ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. രണ്ടാമത്തെ ചിത്രമായ കണിക്കൊന്നയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ശുഭകരമാണ് കാര്യങ്ങൾ. കാരണം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടതായ പുഷ്പങ്ങളിൽ ഒന്ന് തന്നെയാണ് കണിക്കൊന്ന. അതിനാൽ കണിക്കൊന്ന നിങ്ങൾ തിരഞ്ഞെടുത്തതിലൂടെ ഈ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വിഷുവിന് മുൻപ് സംഭവിക്കും. കീർത്തി നിങ്ങൾക്ക് കേൾക്കും. നിങ്ങൾ ചെയ്യുന്നതായ പ്രവർത്തനങ്ങളിൽ കീർത്തി കേൾക്കുവാനുള്ള അവസരങ്ങളാണ് വന്നു ചേരുക. ബിസിനസ് പരമായ നേട്ടങ്ങൾ കൊയ്യുവാനുള്ള ചില സാധ്യതകൾ കൂടുതലാണ്. ഈ സമയം ലാഭം വർദ്ധിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. എന്നാൽ ശ്രദ്ധയോടെ മുന്നോട്ട് പോയാൽ ഈ കാര്യങ്ങൾ ലഭിക്കും. അതല്ല, ആരെയെങ്കിലും വിശ്വസിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ നഷ്ടമായിരിക്കും ഫലം. ആ കാര്യം പ്രത്യേകം ഓർക്കുക. ധനപരമായ നേട്ടങ്ങൾ കടന്നു വരുന്നതായ സമയമാകുന്നു. നേതൃത്വ ഗുണം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ അവസരമാണ് ഇത്. ഈ സമയം അത്തരം കാര്യങ്ങൾ പ്രകടിപ്പിക്കുവാനും മറ്റുള്ളവരിൽ നിന്നും പ്രശംസ നിങ്ങൾക്ക് നേടിയെടുക്കുവാനും സാധിക്കും. പൊതുപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ധനനഷ്ടം പോലുള്ള കാര്യങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്ന സമയം തന്നെയാകുന്നു. ഈ സമയം പോസിറ്റീവായ ചിന്താഗതി നിങ്ങളുടെ മനസ്സിലേക്ക് കടന്നു വരും. അനാവശ്യമായ ചിന്തകൾ ഒഴിവാക്കുവാൻ ഈ സമയം നിങ്ങൾക്ക് സാധിക്കുന്നതായ അവസരമാകുന്നു. വരുമാനത്തേക്കാൾ ചെലവ് വരുന്ന ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ്. എന്നിരുന്നാലും അല്പം കഠിനമാണ് ആ ശ്രമം. നിങ്ങൾ തീർച്ചയായും അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോവുക. ഈ സമയം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ചില കാര്യങ്ങൾ നടക്കണം എന്നില്ല. എന്നാൽ ഭഗവാനെ ആരാധിച്ച് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ആ ഫലങ്ങൾ വന്നു ചേരും. നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി പല ഭാഗ്യാനുഭവങ്ങളും ഗുണാനുഭവങ്ങളും വന്നു ചേരും. പ്രതീക്ഷിക്കാത്തതായ ചില കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ആഗ്രഹ സാഫല്യം ഉണ്ടാവുക തന്നെ ചെയ്യും. കാര്യ തടസ്സങ്ങൾ ജീവിതത്തിൽ നിന്നും അകലും. അംഗീകാരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതായ അവസരങ്ങൾ സംജാതമാകും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. രാഷ്ട്രീയപരമായി വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ വന്നു ചേരാം. അത് നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യമാകുന്നു. ബിസിനസ് പരമായി ലാഭം വർദ്ധിക്കുന്നതാകുന്നു. വരുമാനം വളരെയധികം വർദ്ധിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. നേരായ വഴിയിലൂടെ ധനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ അവസരമാണ്. ചിന്തിച്ച് ചെയ്യുന്ന ഏതൊരു കാര്യവും നിങ്ങൾക്ക് വിജയം സമ്മാനിക്കും എന്ന കാര്യം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്ന് വരിക തന്നെ ചെയ്യും. നടക്കില്ല എന്ന് വിചാരിച്ച പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നതായ സമയമാകുന്നു. വീട്, സ്ഥലം തുടങ്ങിയ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. മുടങ്ങിക്കിടക്കുന്നതായ കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വരുമാനം വർദ്ധിക്കും. ബിസിനസ് പരമായ നേട്ടങ്ങൾ വന്നു ചേരും. കൂടാതെ ഈ സമയം ആഗ്രഹ സാഫല്യങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരികയും നിങ്ങൾക്ക് അത് ഗുണകരമായി ഭവിക്കുകയും ചെയ്യും.
കൂടാതെ കൃഷിയുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരും. ബന്ധുക്കളുമായി ബന്ധപ്പെട്ടും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സന്തോഷകരമായ നിമിഷങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് കടന്നു വരും. കുടുംബത്തിൽ സൗഖ്യം വർദ്ധിക്കുന്നതാകുന്നു. മുടങ്ങിക്കിടക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും നടത്തിയെടുക്കുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ കടന്ന് വരിക തന്നെ ചെയ്യും. ഏത് കാര്യവും നിങ്ങൾക്ക് ഗുണകരമായി ഭവിക്കാവുന്നതാണ്. പ്രവൃത്തികളിൽ വിജയങ്ങൾ കരസ്ഥമാക്കുവാൻ സാധിക്കും. കുടുംബസൗഖ്യം, ബന്ധുഗുണം, സുഹൃത്ത് ഗുണം എന്നിവ പ്രതീക്ഷിക്കാവുന്നതായ അവസരമാണ് ഇത്. കുടുംബസ്വത്ത് നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ വർദ്ധിച്ചിരിക്കുന്ന സമയമാകുന്നു. അതിനാൽ തന്നെ ആഗ്രഹിച്ച കാര്യങ്ങൾ പോലും നടക്കുന്നതായ അവസ്ഥ. തടസ്സങ്ങൾ ഒഴിവാക്കി മുന്നേറുവാൻ സാധിക്കും എന്ന കാര്യം ഓർക്കുക. എന്നാൽ ചിന്തയോടെ തന്നെ നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. വിചാരിക്കാത്ത പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. ആ കാര്യങ്ങൾ നിങ്ങൾക്ക് വിജയവും കീർത്തിയും പ്രശസ്തിയും നൽകും. ധനപരമായ നേട്ടങ്ങൾക്കും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. കലഹങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. കുടുംബത്തിൽ സ്വസ്ഥത വർദ്ധിക്കും. അത് പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. അപ്രതീക്ഷിതമായ തിരിച്ചടികൾ പോലും നിങ്ങൾക്ക് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ബന്ധുജനങ്ങൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന വിരോധം തീർക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം. കഠിനാധ്വാനത്തിന് പൂർണ്ണമായ ഫലം നിങ്ങൾക്ക് ലഭിക്കുന്നതായ അവസരമായി മാറും. ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാണ്. ഭാര്യാഭർത്തൃ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഈ സമയം ഈശ്വരാധീനം, സാക്ഷാൽ ഭഗവാന്റെ കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതായ സമയമാകുന്നു. അതിനാൽ തന്നെ തീർച്ചയായും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. എല്ലാ കാര്യങ്ങളും ശുഭകരമായി ഭവിക്കും. ഈ വിഷു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്നു ചേരുക തന്നെ ചെയ്യും. ഏവരും ഭഗവാനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക.